നമസ്കാരം. എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കടുത്ത വിമർശനവുമായി ഗോകുലം ഗോപാലൻ. വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം നൽകിയതോടെ ആ പുരസ്കാരത്തിന്റെ വില ഇടിഞ്ഞുവെന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി ഒരു ദുഷ്ടരാജാവാണ്. അണികൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളും മറ്റും വെള്ളാപ്പള്ളി ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ്. എസ്.എൻ.ഡി.പി യോഗം വെള്ളാപ്പള്ളി നടേശന്റെ പണത്തിന്റെ കീഴിലാണ്. പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് വെള്ളാപ്പള്ളി സ്വന്തം കസേര നിലനിർത്തുന്നത്. വെള്ളാപ്പള്ളി നൽകുന്ന പണം വാങ്ങി ആസ്വദിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തോടൊപ്പം പ്രസിഡന്റായോ സെക്രട്ടറിയായോ നിൽക്കാൻ കഴിയൂ എന്ന് എസ്.എൻ.ഡി.പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം.എൻ. സോമനെ ലക്ഷ്യമിട്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞു. ന്യായമായ രീതിയിൽ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവിടെ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവരും ഗോകുലം ഗോപാലൻ ആക്ഷേപിക്കുന്നു. പതിറ്റാണ്ടുകളായി വെള്ളാപ്പള്ളിയും ഗോകുലം ഗോപാലനും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. സ്വന്തം പണത്തിന്റെ ഹുങ്കും സ്വാധീന ശക്തിയും ഉപയോഗിച്ച് എസ്.എൻ.ഡി.പി യോഗം തലപ്പത്തു നിന്ന് വെള്ളാപ്പള്ളിയെ തുരത്താൻ ഗോകുലം ഗോപാലൻ പഠിച്ച പണി പതിരിട്ട് നോക്കിയിട്ടും ഇതുവരെ രക്ഷയുണ്ടായിട്ടില്ല. ഇതോടെയാണ് എസ്.എൻ.ഡി.പി വിമതപക്ഷ നേതാക്കളായി ഗോകുലം ഗോപാലനും അദ്ദേഹത്തിനൊപ്പമുള്ളവരും മാറിയത്. എസ്.എൻ.ഡി.പി ഒരു കമ്പനിയായാണ് നിലനിൽക്കുന്നതെങ്കിലും കമ്പനി ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ആരോപിച്ച് വിമത നേതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് വെള്ളാപ്പള്ളിയെയും സോമനെയും അടക്കമുള്ളവരെ അയോഗ്യരാക്കിയെങ്കിലും ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി. മൈക്രോ ഫിനാൻസ് കേസിലാണെങ്കിൽ വെള്ളാപ്പള്ളി ശരിക്കും പെട്ടിരിക്കുകയാണ്. പിണറായി ബന്ധം മുതലാക്കിയാണ് വെള്ളാപ്പള്ളിയും തുഷാറും സോമനും അടക്കമുള്ളവർ കഴിഞ്ഞ ഇടതു ഭരണകാലത്ത് രക്ഷപ്പെട്ടു നിന്നത്. എന്നാൽ UDF വന്നിട്ടും സ്ഥിതി മാറിയിട്ടില്ല. തുഷാർ മുഖ്യമന്ത്രി സതീഷിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തി സന്ദർശിച്ച് പ്രശ്നം തണുപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ സതീശനും തയ്യാറല്ല. തുഷാർ NDA നേതാവാണ്. കേന്ദ്രഭരണത്തിൽ BJP ആണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള നടപടികൾ തണുപ്പിച്ചു നിർത്തുകയാണ് സതീശനും ചെയ്യുന്നത്. വെള്ളാപ്പള്ളി ആണെങ്കിൽ സതീശനും UDFനും എതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ച് നിൽക്കുകയുമാണ്. ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യാതെ ഗോകുലം ഗോപാലിന് മുന്നിൽ വേറെ വഴികളില്ല. പക്ഷെ എന്ത് ഫലം? പുറത്തുനിന്നും വെള്ളാപ്പള്ളിയെ വിമർശിച്ച് സാഫല്യം അടയുക മാത്രമാണ് ഗോകുലം ഗോപാലിന് മുന്നിലുള്ള വഴി. ഈ അവസരം ഗോകുലം ഗോപാലൻ പാഴാക്കുകയുമില്ല. ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതേസമയം ഇടതു ഭരണനഷ്ടത്തിന് കാരണക്കാരിൽ ഒരാൾ വെള്ളാപ്പള്ളിയാണെന്ന CPM വിമർശനത്തിനെതിരെ എസ്.എൻ.ഡി.പി യോഗം രംഗത്തു വന്നിട്ടുമുണ്ട്. സമുദായ സംഘടനകളെ കുറ്റപ്പെടുത്താതെ പരാജയ കാരണങ്ങൾ എന്താണെന്ന് സ്വയം പഠിച്ച് വിലയിരുത്താനാണ് യോഗം CPM നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഉപദേശം.